കയ്യേറ്റമുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കേണ്ടത് കേരള ഭൂസംരക്ഷണ നിയമപ്രകാരമാണ്. അതിൽ റവന്യൂ വകുപ്പാണ് ആദ്യം നടപടി സ്വീകരിക്കേണ്ടത്. അതിനുശേഷം പോലീസിന് കൈമാറുക. അങ്ങനെയാണ് ക്രിമിനൽ നടപടികളിലേക്ക് കയ്യേറ്റക്കാർക്കെതിരെ വരിക. അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഇതുവരെ റവന്യൂ അധികൃതർ പോയിട്ടില്ല. ആ വിമർശനമാണ് നേരത്തെ വാഴൂർ സോമൻ MLA അടക്കം ഉന്നയിച്ചിരുന്നത്. കാരണം 10 മാസം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത് താലൂക്ക് സഭ നൽകിയതാണ് KLA പ്രകാരമുള്ള നടപടികൾ വേണമെന്നത്. പക്ഷേ KLA പ്രകാരമുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് പോയില്ല എന്നതാണ് വലിയ വിമർശനത്തിന്റെ കാരണം. അതിന് നേരത്തെ വാഴൂർ സോമൻ അടക്കം മാതൃഭൂമി ന്യൂസിന് നൽകിയ വിശദീകരണം, പീരുമേട്ടിൽ ആരും തഹസിൽദാർമാർ സ്ഥിരമായി ഇരിക്കാറില്ല. കഴിഞ്ഞ 3.5 വർഷത്തിനിടയിൽ 5 തഹസിൽദാർമാർ മാറിപ്പോയി. അതാണ് ഇപ്പോൾ നിയമസഭയിൽ അടക്കം അദ്ദേഹം ഒരു ആരോപണമായി തന്നെ ഉന്നയിച്ചത്. താൻ കൂടി പ്രതിനിധാനം ചെയ്യുന്ന CPIയുടെ മന്ത്രിക്കെതിരെ തന്നെയാണ് വാഴൂർ സോമന്റെ ആ പ്രതികരണം വന്നിരിക്കുന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് അടക്കമെതിരെ ചെളിവാരി അറിയുന്നു. ഇപ്പോൾ CPI യും CPM-ഉം കോൺഗ്രസും ലീഗും എല്ലാം ചേർന്നാണ് ഇത്തരത്തിൽ ഈ അനധികൃത കയ്യേറ്റത്തിന് നടപടി വേണമെന്ന് തഹസിൽദാരോടൊക്കെ ആവശ്യപ്പെട്ടതെന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൽ ഇത്രയും രാഷ്ട്രീയ സംഘടനകൾ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട MLA-മാരടക്കമുള്ളവർ ഒരു കാര്യത്തിനെതിരെ നിന്നിട്ട് അതിനെ അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ കയ്യേറ്റമൊക്കെ നടത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ കയ്യേറ്റം നടത്തുന്നയാളുടെ സ്വാധീനം അത്രത്തോളം വലുതാണോ, അതോ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ അവർക്ക് അടിപ്പെട്ടു പോകുന്നതാണോ? എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥ സംവിധാനം അവരുടെ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റപ്പെടുന്നില്ല എന്നത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കുരിശ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് 400 പേർക്ക് താമസിക്കാൻ കഴിയുന്ന വലിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് IG KC സേതുരാമന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അത്രയും വലിയൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി ഇത്രയും വലിയ കെട്ടിടങ്ങൾ പടുത്തുയർത്തുന്നതുവരെ നമ്മുടെ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും ഒക്കെ എവിടെയായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഈ കുരിശ് പൊളിക്കുന്ന നടപടി റവന്യൂ വകുപ്പിന് വേഗത്തിൽ കടക്കേണ്ടി വന്നത് അവർ കണ്ണടച്ചത് കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്നത് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. കാരണം അതിന്റെ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ അത് കൃത്യമായി വാർത്ത നൽകുകയും ചെയ്തിരുന്നു. കാരണം ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട മാതൃഭൂമി ന്യൂസിന്റെ ആദ്യ വാർത്ത പുറത്തുവിടുമ്പോൾ ഈ പ്രദേശത്തെ ദൃശ്യങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. അന്ന് ഈ കുരിശ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നത് വെറും തേയിലച്ചെടികളൊക്കെ ആയിരുന്നു. ആ തേയിലച്ചെടികളൊക്കെ വെട്ടിമാറ്റിയാണ് ഒരു മലമടക്കിനോട് ചേർന്ന് ഈ വലിയൊരു കുരിശ് സ്ഥാപിച്ചത്. ഈ കുരിശ് എവിടെ നിന്നോ നിർമ്മിച്ചു കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിട്ടതാണ് എന്നതാണ് ഇന്നലെ റവന്യൂ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ വന്ന് പരിശോധിച്ച ശേഷം അവർക്ക് വ്യക്തമായത്. അതുകൊണ്ട് തന്നെയാണ് ഈ കുരിശ് വേഗത്തിൽ പൊളിക്കുന്ന നടപടിയിലേക്ക് റവന്യൂ വകുപ്പിന് പോകേണ്ടിയും വന്നത്. കാരണം ഇതിൽ നടപടിയെടുത്തില്ല എങ്കിൽ റവന്യൂ വകുപ്പ് വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലേക്ക് മാറും. കാരണം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. ആ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിന് തൊട്ട് മുമ്പാണ് ഈ നടപടികളൊക്കെ നടന്നിരിക്കുന്നത്. ആ സമയത്ത് ഇവിടെ സ്റ്റോപ്പ് മെമ്മോ നിലവിലുമുണ്ടായിരുന്നു. ആ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നത്. അതുകൊണ്ട് ഇതിൽ കൃത്യമായ ഒരു നടപടിയിലേക്ക് പോവുകയാണ് ജില്ലാ ഭരണകൂടം ചെയ്തത്. ഇനി ആ കുരിശ് അവിടെ വെച്ചുകൊണ്ടിരുന്നാൽ അത് ജില്ലാ ഭരണകൂടത്തിന് വലിയ നാണക്കേടായി മാറും. പ്രത്യേകിച്ച് പ്രത്യേക സംഘത്തെയൊക്കെ തന്നെ ജില്ലാ കളക്ടർ നിയോഗിച്ച് റവന്യൂ മന്ത്രി അവസാനമായി പറഞ്ഞ അങ്ങനെയാണ്, 15-അംഗ പ്രത്യേക സംഘം, നിരോധനാജ്ഞ, ഇതൊക്കെ ഉണ്ട്. ഒരാളും അവിടെ കയറാൻ പോകുന്നില്ല എന്നാണ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞത്. അങ്ങനെ കയറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞെടുത്താണ് ഇത്രയും വലിയ കുരിശ് ഒരാഴ്ചക്കുള്ളിൽ സ്ഥാപിച്ചത്. അപ്പോൾ നിയമ സംവിധാനങ്ങളൊക്കെ ഉണർന്നാണോ പ്രവർത്തിച്ചത് എന്ന് ഈ പ്രവൃത്തി കണ്ടാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇനിയെങ്കിലും കണ്ണ് തുറന്ന് ഇപ്പോൾ ഈ കാട്ടുന്ന കുരിശ് നീക്കാൻ കാട്ടുന്ന ആർജവും അതേ വേഗത്തിൽ ഈ അനധികൃത അല്ലെങ്കിൽ ഈ കയ്യേറ്റം നടത്തുന്ന ആൾക്കെതിരെ കൂടി നടപടികൾ എടുക്കാൻ റവന്യൂ വകുപ്പ് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നിലാണ് വിവരങ്ങൾ നൽകിയത്.